ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ്, അതുകൊണ്ടാണ് ചെയ്യാമെന്ന് വെച്ചത്. ഇവിടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്ങിൽ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഒരു വ്യക്തിയോ വ്യക്തികളെയോ തന്നെയാണ്. ഇതുപോലെ ഒരു വ്യക്തികളോ ആണ് നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. അല്ലാത്തവർ ഈ ഒരു റീഡിംഗ് കാണേണ്ടതില്ല. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ പേഴ്സണെ മൈൻഡിലേക്ക് കൊണ്ടുവരിക, അവരുടെ നെയിം റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ ഇവിടെ എനർജി കണക്റ്റ് ആവുകയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതാണ്. Two of Wands, the Star, Nine of Wands, Page of Swords, the Devil, Ten of Wands, Seven of Swords, Five of Swords, Knight of Swords, Eight of Cups. ഇവിടെ നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. അതായത് അത് സൂചിപ്പിക്കുന്നത് അവർ ഇപ്പോൾ ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് അവർ ചെയ്ത പ്രവൃത്തിക്കുള്ള കർമ്മ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് റിയലൈസേഷൻ ഉണ്ടാവുന്നു ലൈഫിനെ കുറിച്ചിട്ട്. ആ ഒരു എനർജിയാണ് കേട്ടോ. അപ്പം അതാണ് ബോട്ടം ഓഫ് ഡെക്ക് കിട്ടിയിരിക്കുന്നത്, ജഡ്ജ്മെൻറ്റ്. അപ്പം ഇപ്പോൾ അവരൊരു ജഡ്ജ്മെൻറ്റ് പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാമെന്ന് കരുതുന്നു. അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത്, അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു എന്നല്ലേ അവരുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ ഒക്കെ ഒന്ന് അറിയണമെന്ന്. അപ്പം അതാണ് ഞാൻ ഇന്ന് ഈ ഒരു റീഡിങ് ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വെയിറ്റിങ്ങിലാണ്. അതാണ് ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമ്മൾ ഓവറോൾ പറയുകയാണെങ്കിൽ, ഈ ഒരു പേഴ്സൺ ഒരു സാറ്റിസ്ഫൈഡ് ആയ ഒരു സാഹചര്യത്തിലൂടെ അല്ല ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെ അവർ ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തിരിച്ചറിവുകൾ അവർക്കുണ്ടാകുന്നുണ്ട്. ഇവിടെ ബോട്ടം എനർജി ജഡ്ജ്മെന്റ് വന്നതുകൊണ്ട് തന്നെ അവർക്കൊരു തിരിച്ചറിവ് വന്നതായിട്ടാണ് കാണുന്നത്.
അതുപോലെ എന്താണ് ലൈഫ്, അവർ ഇത്രയും നാൾ കണ്ടതും വിചാരിച്ചതുമല്ല റിയൽ ലൈഫ് എന്നത് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ക്ലിയർ പിക്ചർ ഇവർക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയാണിത്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പമാണ്. അത് ചിലപ്പോൾ അവരുടെ കൂടെ താമസിക്കണമെന്നില്ല, പക്ഷെ കാര്യങ്ങളെല്ലാം അവരുടെ വരുതിയിലാണ് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുമായി ഒരു ടൈപ്പിലൂടെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇവരുടേതായ കാര്യങ്ങൾ പുറത്തറിയിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണം, ഒരു നല്ല പേര് സമൂഹത്തിൽ വേണം എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പുറമെ അവർ വളരെയധികം ഹാപ്പി ആയിരിക്കും, പക്ഷെ ഉള്ളിലോ വളരെയധികം അനുഭവിക്കുന്നുണ്ടായിരിക്കും. മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം കാണാൻ സാധിച്ചതുകൊണ്ട് തന്നെ താൻ വിചാരിച്ചു വെച്ച കാഴ്ചപ്പാടുകളെല്ലാം തെറ്റായെന്ന് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയതുകൊണ്ട് തന്നെ അവർ തളർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ കാണുന്നത്. അവരുടെ എനർജി എല്ലാം ചോർന്നു പോയി. അവർക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അവർ അത്രമേൽ പരിശ്രമിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ മുറിവുകൾ എനിക്ക് സംഭവിച്ചാലും ഞാൻ പൊരുതി ജയിക്കും എന്ന മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും മടുത്തു, എനിക്കിനി ഒരടി മുന്നോട്ട് പോകാനായിട്ട് വയ്യ എന്നവർക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളുകളായി നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ആ വ്യക്തി താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ബ്ലോക്ക് ചെയ്തേക്കുവാണെങ്കിൽ, നിങ്ങളെ എത്രയും നാൾ ബ്ലോക്ക് ചെയ്ത സിറ്റുവേഷനൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന രീതിയിലോട്ട് അവർ മാറിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും അവർ മാനസികമായി ഒട്ടും ഹാപ്പി അല്ലാത്ത സിറ്റുവേഷനിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ അവർ താല്പര്യപ്പെടുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ പോലെ നിങ്ങളും ദുഃഖത്തിലാണോ എന്നെല്ലാം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പം ഈ ഒരു വ്യക്തി ബ്ലോക്ക് എല്ലാം മാറ്റി നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ സീനാകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങും, ഇത്രയും കാലം ഇവരുടെ ഒരനക്കവും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ, അല്ലെങ്കിൽ ഇനി തിരികെ വരാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാവും. അല്ലെങ്കിൽ ചിലവരുടെ കേസിൽ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസൊക്കെ ഈ ഒരു വ്യക്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ അവർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചേഞ്ച് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഡെവിൽ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലെ നെഗറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ചത് നെഗറ്റീവ് എനർജിയിലൂടെ ആയിരിക്കാം. അതായത് ബ്ലാക്ക് മാജിക് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ അവരിലേക്ക് അടുപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും നാൾ അതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയാഞ്ഞത്. തേർഡ് പാർട്ടി പല രീതിയിൽ അവരുടെ മനസ്സ് മാറ്റിയെടുത്ത രീതിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എന്തായാലും ഇപ്പോഴത്തെ എനർജിയിൽ 10 ഓഫ് വാൻസിൻ്റെ എനർജി പോലെ അവർക്ക് മടുത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റിയുടെ ഭാരം ചുമക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി അവിടെ നിന്ന് പോരാതിരിക്കാൻ
പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തേർഡ് പാർട്ടി തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ഈ ഒരു തേർഡ് പാർട്ടി ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം ഏത് തരത്തിലാണെങ്കിലും അവർക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഒഴിഞ്ഞു പോരാനായിട്ട് നോക്കുമ്പോൾ അവരെ അതിൽ നിന്ന് അവർ പിന്തിരിപ്പിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്കൊരു ചീറ്റിംഗ് നേരിട്ടിട്ടുണ്ട്. അതാണ് 7 ഓഫ് സോർഡ്സ് പറയുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി നല്ലതാണെന്ന് വിചാരിച്ചായിരിക്കുമല്ലോ നിങ്ങളെ വിട്ടിട്ട് അവർ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ തേർഡ് പാർട്ടിയുടെ തനി സ്വരൂപം ഈ വ്യക്തിക്ക് കാണാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിശ്വാസമെല്ലാം ബ്രേക്ക് ആയതായിട്ടാണ് കാണുന്നത്. അപ്പം ഏതെങ്കിലും രീതിയിൽ തേർഡ് പാർട്ടി മനഃപൂർവ്വം ഈ ഒരു പേഴ്സണെ വഞ്ചിക്കുന്നതായിട്ട് ഈ ഒരു പേഴ്സണ് തോന്നിയിട്ടുണ്ടാകും. ഒരു പക്ഷേ തേർഡ് പാർട്ടി ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും നിങ്ങളുടെ വ്യക്തിയോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാകാം. അതാണ് നെക്സ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അവർക്കറിയാമെങ്കിൽ അത് പറഞ്ഞ് ഈ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. അതായത് മനസ്സ് കുത്തി നോവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി അടിച്ചിരുത്താനായിട്ട് അവർ നോക്കുന്നുണ്ട്. അതായത് അവർ വരച്ച വരയിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുവരാൻ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇവിടെ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി അവരുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായാൽ പോലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അഥവാ മിണ്ടിക്കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് തന്നെ അടിച്ചിരുത്തുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എത്രയും വേഗം നിങ്ങളുടെ അടുത്തൊന്ന് എത്തിയാൽ മതി എന്നുള്ളതാണ്. അവർ അവിടെ അനുഭവിക്കുന്ന മാനസിക പീഡനം കൊണ്ടോ ഒറ്റപ്പെടൽ കൊണ്ടോ ഈ ഒരു വ്യക്തി ഒരു ഡിപ്രഷൻ ലെവലിലേക്കൊക്കെ പോയതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിലേക്ക് തിരികെ വരാനായി ഇവർക്ക് നല്ല രീതിയിലുള്ള ഭയവും കാണുമായിരിക്കാം. കാരണം തിരിച്ച് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഭയം ഈ ഒരു വ്യക്തിയെ വല്ലാതെ അലട്ടുന്നതായിട്ട് കാണുന്നു. എന്തായാലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് തിരികെ നടന്നു നീങ്ങുന്ന എനർജിയാണ് അവരുടെ ഫ്യൂച്ചറിൽ എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. 8 ഓഫ് കപ്സിൻ്റെ എനർജി. ഇത് ഫ്യൂച്ചർ എനർജിയാണ് കേട്ടോ. 8 ഓഫ് കപ്സ്. അതായത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർക്ക് നഷ്ടം സംഭവിച്ചതുകൊണ്ട് തന്നെ, അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആണ് ഈ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്പ്രെഡിൻ്റെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്യൂച്ചർ എനർജിയിൽ അവർ ഒരു ആക്ഷൻ എടുക്കും, തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡ് പ്രകാരം ഉള്ള റീഡിങ് കേട്ടോ. അപ്പം നമുക്ക് അവരുടെ സോൾ മെസ്സേജ് നോക്കാം. ഇത് നമ്മൾ നോക്കിയത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അവരുടെ സോൾ മെസ്സേജാണ് നോക്കുന്നത് കേട്ടോ. King of Wands, Five of Swords, Ace of Wands, Six of Cups, Two of Wands. ബോട്ടം എനർജി വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ്. നമുക്ക് റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി എടുത്തിട്ട് റീഡ് ചെയ്യാം കേട്ടോ. റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കാം. 4 ഓഫ് കപ്സ്, കിങ് ഓഫ് സോർഡ്സ്, the star, wheel of fortune,
പേജ് ഓഫ് കപ്സ്. ഇവിടെ ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് മൂണാണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ആദ്യം നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കാം. ഞാൻ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ വഴി നേടാനുള്ള ശ്രമത്തിൽ ഞാൻ തെറ്റുകൾ വരുത്തി. അത് കാരണം നിന്നെ എനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് നീയുമായി ഒരു പുതിയ തുടക്കത്തിനും നിന്നെ തിരികെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഞാൻ ശക്തമായി ആഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു നല്ല ഓർമ്മകളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പക്ഷെ നിലവിൽ മറ്റൊരു സാഹചര്യത്തെ കൂടി കൺസിഡർ ചെയ്യേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് അവർക്ക് നിലവിൽ അവർക്ക് വേറൊരു സിറ്റുവേഷനെ കൂടി കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണെന്ന്. അതായത് ആ ഒരു പേഴ്സൺ തന്നെ പറയുന്നു ആ ഒരു പേഴ്സണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഓപ്ഷനായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം അവർക്ക് അവിടെ ഒട്ടും ഹാപ്പി അല്ലെങ്കിൽ കൂടി അവരെ കൂടി കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആണ് നോക്കുന്നത്. നിലവിൽ ഈ ഒരു ബന്ധം ഒട്ടും തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലൂടെയോ ആശയക്കുഴപ്പത്തിൻ്റെയോ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. അതാണ് 4 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. അതായത് രണ്ടു പേർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സ്ട്രോങ് ആയി മാറിയതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതാണ് കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി. നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു ഹോപ്പ് ഇല്ലാത്തതായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ ഒരു ഹോപ്പ് ഉള്ളതായിട്ട് കാണുന്നു. അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. ഇവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്തായാലും പ്രധാനമാണ്. കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറാം എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം അതുവഴി ആയിരിക്കാം നിങ്ങൾ വീണ്ടും അവരിലേക്ക് അടുക്കുന്നതും. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ ജേർണിയിൽ നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ് എന്ന് പറയുന്നത്.